ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് കുക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണല്ലോ, അപ്പോൾ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോർക്ക് വിന്താലുവിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് 800 ഗ്രാം ക്ലീൻ പോർക്ക് മീറ്റാണ്. ഇതൊരു മീഡിയം സൈസിൽ ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. സെയിം ടൈം നമ്മൾക്ക് ഒരു ഹാഫ് ആൻ അവർ കുറച്ച് മസ്റ്റർഡ്, ജീരകം, പിന്നെ കുറച്ച് ഉലുവ ഇതൊന്ന് സോക്ക് ചെയ്യാനിടാം. എല്ലാം ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മതിയായിരിക്കും. നമ്മളിപ്പോൾ 800 ഗ്രാം പോർക്ക് മീറ്റിനുള്ള ഒരു അളവാണ് പറയുന്നത്. കുക്കറിലേക്ക് നമ്മൾക്ക് മീറ്റ് ആഡ് ചെയ്ത് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള സോൾട്ടും ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു ഹാഫ് കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഇത് ചെയ്തതിന് ശേഷം ഒരു 3-4 വിസിൽ വരണയിടം വരെ നമുക്ക് പോർക്ക് മീറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി വിന്താലുവിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹാൻഡ്ഫുൾ ഗാർലിക് എടുത്തിട്ടുണ്ട്, ഒരു പിടി ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയോ ചെയ്യാം. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആദ്യമേ സോക്ക് ചെയ്ത് വെച്ചിരുന്ന മസ്റ്റർഡ്, ക്യുമിൻ സീഡ് ആൻഡ് ഉലുവ ഇതിലേക്ക് ഇതൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കുറച്ച് സ്പൈസി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 വലിയ ടൊമാറ്റോസ്. ഇനി നമുക്ക് വേണ്ടത് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 5 to 6 ഗ്രീൻ ചില്ലീസ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 5 to 6 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് 2-3 കറുവപ്പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, 3-4 കുരുമുളക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിതിന് ഗ്രേവി സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന പോർക്ക് റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ആദ്യമേ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കടുക്, ഉലുവ, ജീരകം അതിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പോർക്കിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് സോട്ട് ചെയ്താൽ മതി. ഈ എണ്ണയൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്നിടം വരെ. എണ്ണ സെപ്പറേറ്റ് ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് പോർക്ക് മീറ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്കിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഗ്രേവിയൊക്കെ പോർക്കിലേക്കൊന്ന് കോട്ടാവുന്നോടം വരെ നമ്മൾക്കൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ്സ് ഒക്കെ ചെയ്താൽ മതിയായിരിക്കും. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് വിനീഗറും സോൾട്ടും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സോൾട്ടും വിനീഗറും ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ഗാർലിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 5-6 ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ കറി ലീവ്സും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സെമി തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഡിഷ് നിങ്ങൾക്കൊരു 1 വീക്ക് മുൻപേ ഒക്കെ റെഡിയാക്കി ഫ്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ആൻഡ് ടേസ്റ്റ് വൈസ് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരണത്. സോ അപ്പോൾ തിരക്കുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ സ്റ്റോക്ക് ചെയ്ത് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ, ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ നമ്മുടെ പോർക്ക് വിന്താൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾക്കിത് നല്ല ഗീ റൈസിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെ കൂടെയും നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.